നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാമനെല്ലിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. രാമനെല്ലിയിൽ കുടുംബത്തിലെ 4 പേരുടെ മരണത്തിന് കാരണമായത് മക്കളെ പിരിയുന്നതിനുള്ള വിഷമം തന്നെയാണ്. നാടകപ്രവർത്തകനും ടൗണിലെ ഓട്ടോ ഡ്രൈവറുമായ AK ഉണ്ണികൃഷ്ണന്റെ ഭാര്യ കൊയ്ത്തണ്ട താഴത്തെ വീട്ടിൽ ഉഷയും മകൻ കലാധരനും കലാധരന്റെ മക്കളായ ഹിമയും കണ്ണനുമാണ് തിങ്കളാഴ്ച രാത്രി വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കലാധരനും ഭാര്യയും തമ്മിൽ കുറച്ച് വർഷങ്ങളായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഭാര്യയുടെ പരാതിയിൽ കോടതികളിൽ കേസുകളുമുണ്ട്. വിവാഹമോചന കേസ് കുടുംബ കോടതിയുടെ പരിഗണനയിലുമാണ്. കോടതി മക്കളെ അമ്മയോടൊപ്പമാണ് വിട്ടത് എങ്കിലും ആഴ്ചയിൽ ശനിയും ഞായറും മക്കളെ അച്ഛനോടൊപ്പം വിടാനും തീരുമാനമുണ്ട്. മറ്റു ദിവസങ്ങളിൽ അച്ഛന് വീഡിയോ കോൾ വഴി മക്കളെ കാണാനും അവസരം ഉണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ശനിയാഴ്ച മക്കൾ അച്ഛന്റെ അടുത്തെത്തി. ആധാർ തയ്യാറാക്കുന്നതിനായി തിങ്കളാഴ്ച മകനെയും കൊണ്ടുവന്നു. എന്നാൽ മക്കളെ വിടാത്തതിൽ ക്രൈംബ്രാഞ്ച് പോലീസിന്റെ നിർദ്ദേശമനുസരിച്ച് പോലീസ് കലാധരന്റെ വീട്ടിലെത്തി തിരിച്ചുപോയി. കലാധരന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ രാത്രി ജോലി കഴിഞ്ഞെത്തിയപ്പോഴാണ് വീട് പൂട്ടിക്കിടക്കുന്ന നിലയിൽ കണ്ടത്. ഇനി പോലീസ് വീട്ടിലെത്തി ഈ കലാധരനെ ഭയപ്പെടുത്തിയോ പേടിപ്പിച്ചോ മക്കളെ വിടണമെന്ന് പറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ, ഇനി അതിന്റെ ഭയത്താലാണോ എന്നറിയില്ല ഈ ഒരു ആത്മഹത്യ നടന്നത് എന്ന് വ്യക്തമല്ല. എന്തായാലും ആത്മഹത്യക്ക് കാരണം ഭാര്യയും ഭാര്യയുടെ അച്ഛനും അമ്മയും സഹോദരനുമാണ് എന്നും കത്തിൽ വ്യക്തമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഭാര്യയെ വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും മകന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതിനിടെ വരാന്തയിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചു. വീടിനുള്ളിൽ പ്രിയപ്പെട്ടവർ മരിച്ചു കിടക്കുന്ന വിവരം അപ്പോഴും ഉണ്ണികൃഷ്ണൻ അറിഞ്ഞിരുന്നില്ല. തുടർന്ന് കത്തുമായി പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് ഉഷയുടെ ഫോൺ നമ്പർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ ഫോൺ ഉള്ളത് വീടിനകത്ത് തന്നെയാണ്. തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് വീടിന്റെ മുകൾ നിലയിലെ കിടപ്പുമുറിയിൽ 4 പേരും മരിച്ചു കിടക്കുന്നത് കണ്ടത്. ആത്മഹത്യാക്കുറിപ്പിൽ കലാധരൻ മക്കളോടൊപ്പമുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അവരില്ലാതെ ജീവിതമില്ലെന്നും പറയുന്നുണ്ട്. മരണത്തിന് ഉത്തരവാദികളെക്കുറിച്ചും വർഷങ്ങളായി കോടതി വഴിയും പോലീസ് വഴിയും മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും കുറിപ്പിൽ ഉണ്ടായിരുന്നു. 4 മൃതദേഹങ്ങളും വിലാപയാത്രയായി രാമനെല്ലി സമുദായ ശ്മശാനത്തിലെത്തിച്ച് ഇന്നലെ രാത്രി സംസ്കരിച്ചു. കലാധരൻ പാചക വിദഗ്ധനാണ്. തിങ്കളാഴ്ച രാത്രി മരിച്ച രാമനെല്ലിയിലെ കലാധരൻ പാചക വിദഗ്ധനാണ്. കുടുംബ പ്രശ്നത്തെ തുടർന്ന് മാനസിക സംഘർഷം അനുഭവിച്ച കലാധരൻ തിങ്കളാഴ്ച അമ്മയുടെ നാടായ കാങ്കോലിയിലെ വൈദ്യനാഥേശ്വര ക്ഷേത്രം തെക്കൻ കരിയാത്തൻകോട്ടം കളിയാട്ടത്തിൽ ഭക്ഷണമുണ്ടാക്കി മടങ്ങിയിരുന്നു. 10 വർഷമായി ഈ ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന് കലാധരന്റെ നേതൃത്വത്തിലാണ് പാചകം. ഇത്തവണ 4 ദിവസം ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. ഞായറാഴ്ച രാത്രി ഭക്ഷണം ഉണ്ടാക്കാൻ കലാധരൻ മുഴുവൻ സമയവും ക്ഷേത്രത്തിലെ അടുക്കളയിൽ ഉണ്ടായിരുന്നു. മുഴുവൻ ഭക്ഷണവും തയ്യാറാക്കി വിളമ്പാനുള്ള പാത്രങ്ങൾ തയ്യാറാക്കി വെച്ച് ഒപ്പമുള്ളവരെ ഏൽപ്പിച്ചാണ് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയത്. രാത്രിയോടെ ആ നാടറിഞ്ഞത് കലാധരന്റെ മരണവാർത്തയും. ക്ഷേത്രത്തിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കലാധരൻ ഏറെ അസ്വസ്ഥനായിരുന്നുവെന്ന് കമ്മിറ്റിക്കാർ പറയുന്നു. എന്തായാലും ആ അസ്വസ്ഥത ഒടുവിൽ അവസാനിച്ചത് ആത്മഹത്യയിലായിരുന്നു.